സ്കാർ പ്രഗ്നൻസിയും കറബകൾ മറികടന്ന യുവതി കുഞ്ഞിന് ജന്മം നൽകി. കൊച്ചി കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലാണ് ലോകത്താദ്യമായി ഇത്തരമൊരു സങ്കീർണ ശസ്ത്രക്രിയ നടന്നത്. സി സെക്ഷൻ ചെയ്ത ഭാഗത്തെ തഴമ്പിൽ ഗർഭസ്ഥ ശിശു വളരുന്ന സ്കാർ പ്രഗ്നൻസി എന്ന സങ്കീർണതയുമായിട്ടാണ് ദുബായിൽ നിന്നും തൃശൂർ സ്വദേശി രേഷ്മ സൺറൈസിലെത്തുന്നത്. ഗർഭചിത്രമായിരുന്നു ലക്ഷ്യം. ഇതിനു മുമ്പുണ്ടായ 3 ഗർഭധാരണങ്ങളും രേഷ്മയ്ക്ക് അലസിപ്പോയിരുന്നു. രോഗിയുടെയും കുടുംബത്തിന്റെയും മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർ ഹാഫിസ് റഹ്മാൻ ഇത്തരം ഗർഭാവസ്ഥയിലെ പുതിയ ചികിത്സാ രീതികൾ പരിഗണിക്കുകയായിരുന്നു. അപ്പൊ അതുപോലൊരു സ്കാർ പ്രഗ്നൻസി നമ്മൾക്ക് ആ സ്കാർ റിപ്പയർ ചെയ്ത്, സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുറിവാണ്, ആ മുറിവ് ബേബിനകത്ത് വെച്ച് തന്നെ റിപ്പയർ ചെയ്ത് അതിനെ നമ്മൾ 36 ആഴ്ച 37 ആഴ്ച വരെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. 37 ആഴ്ച എന്ന് പറയുമ്പോൾ ഈ 8 ആഴ്ചയിൽ നിന്ന് ഏകദേശം 20 ഇരട്ടി വലുതായി കുട്ടി. അപ്പൊ 20 ഇരട്ടി ബ്ലീഡിങ്ങും വരാൻ ആലോചിക്കണം. അത്രയും വലിയ പ്ലാസന്റ വലുതായിട്ട് ആ ബ്ലീഡിങ് വരുന്നത് നമുക്ക് രേഷ്മ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തിയിരുന്നു. അപ്പൊ നമ്മൾ അന്ന് ഉദ്ദേശിച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഒരു 24 ആഴ്ച വരെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ NICUലൊക്കെ 24 ആഴ്ചയുള്ള കുട്ടികളെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുവരെയെങ്കിലും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടീനെ രക്ഷിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് രേഷ്മയെടുത്ത് ഇത് പറയുന്നത്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നതിനാൽ ദുബായിൽ ഗർഭം അലസിപ്പിക്കുന്നതിന് നിയമ തടസ്സങ്ങളുണ്ടായിരുന്നു. ദുബായിലെ മറ്റു ചില ഡോക്ടർമാരെ കൂടി കണ്ട് അഭിപ്രായം തേടിയ ശേഷമായിരുന്നു ഗർഭചിത്രത്തിനായി രേഷ്മ കൊച്ചിയിലെത്തിയത്. അപ്പൊ എല്ലാവരും നമ്മളോട് പറഞ്ഞത് ഇത് ടെർമിനേറ്റ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ റീസൺസ് കൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈവൻ UAE ടെർമിനേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ബേബി ഹെൽത്തി ആണ്. അതുകൊണ്ട് അവർക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പോവുക, ടെർമിനേഷൻ ചെയ്യുക. ഒരു സേഫ് ടെർമിനേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുക. ആസ് പെർ UAE ലോ അവിടെ ബേബി ഹെൽത്തി ആണെങ്കിൽ ടെർമിനേഷൻ ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് നമ്മളെ പ്രൊസീഡ് ചെയ്യാനും പറ്റില്ല. അത്യപൂർവവും അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയുമായ ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണയായി ഗർഭചിത്രം മാത്രമാണ് പോംവഴി. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷിമീനി സലീം, ഡോക്ടർ സോണിയ ഫർഹാൻ, സീനിയർ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ PG ഷാജി എന്നിവരും ശസ്ത്രക്രിയ സംഘത്തിലുണ്ടായിരുന്നു. ജീവൻ ന്യൂസ്, കൊച്ചി.